തൃശൂർ കോർപ്പറേഷനിൽ യു.ഡി.എഫ് ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ മേയർ ആരാകുമെന്ന ചർച്ചകൾ സജീവം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സാമുദായിക സമവാക്യം കൂടി നോക്കിയായിരിക്കും തീരുമാനം. കോൺഗ്രസ് മത്സരിപ്പിച്ച 32 വനിതകളിൽ 19 പേരാണ് വിജയിച്ചത്. കേവല ഭൂരിപക്ഷമായ 29 സീറ്റിനേക്കാളും 4 സീറ്റിന്റെ മുൻതൂക്കമുള്ളതിനാൽ സമ്മർദ്ദങ്ങളില്ലാതെ ഭരിക്കാൻ യു.ഡി.എഫിന് തൃശൂരിൽ കഴിയും. ഘടകകക്ഷികളായി മത്സരിച്ചവർ പരാജയപ്പെട്ടതിനാൽ ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പും കോൺഗ്രസിന് സുഗമമാകും. സംഘടനാ രംഗത്തുള്ള 4 പേരെയാണ് കോൺഗ്രസ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇക്കുറി വനിതാ സംവരണമായതിനാൽ കോർപ്പറേഷനിലെ ഭരണപരിചയവും മുൻഗണനാ ഘടകങ്ങളിൽ ഉൾപ്പെടും. ലാലൂരിൽ നിന്ന് 2483 വോട്ടുകൾ നേടി വൻ വിജയം നേടിയ നിലവിലെ കൗൺസിലർ കൂടിയായ ലാലി ജെയിംസ്, മുക്കാട്ടുകരയിൽ നിന്ന് വിജയിച്ച ശ്യാമള മുരളീധരൻ, DCC ജനറൽ സെക്രട്ടറിയും മുൻ ഡെപ്യൂട്ടി മേയറുമായിരുന്ന അഡ്വക്കേറ്റ് സുബി ബാബു, DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ എന്നിവരാണ് സജീവ പരിഗണനയിൽ ഉള്ളവർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമുദായിക സമവാക്യം കൂടി നോക്കിയായിരിക്കും തീരുമാനം. കോൺഗ്രസ് മത്സരിപ്പിച്ച 32 വനിതകളിൽ 19 പേരാണ് വിജയിച്ചത്. മീഡിയ ടൈം, തൃശൂർ.